ഐൻസ്റ്റീൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വിളിച്ച ആ കണ്ടുപിടുത്തം ശരിക്കും ഒരു ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു. 1917 തൻ്റെ ജനറൽ റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻസ് മുഴുവൻ യൂണിവേഴ്സിനെ അപ്ലൈ ചെയ്തപ്പോൾ ഐൻസ്റ്റീന് കിട്ടിയ റിസൾട്ട്സ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. അത് പ്രെഡിക്റ്റ് ചെയ്തത് യൂണിവേഴ്സ് ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ സമയത്ത് എല്ലാവരും ഇൻക്ലൂഡിങ് ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നത് യൂണിവേഴ്സ് സ്റ്റേബിൾ ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, തൻ്റെ ഇക്വേഷനിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ടേം അഡീഷണലി ആഡ് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ പ്രെഡിക്റ്റ് ചെയ്ത യൂണിവേഴ്സ് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് മാറി. എന്നാൽ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് യൂണിവേഴ്സ് ആക്ച്വലി സ്റ്റേബിൾ അല്ല, അത് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഐൻസ്റ്റീൻ തൻ്റെ ഇക്വേഷനിൽ നിന്ന് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, ഇത് ആഡ് ചെയ്തത് എൻ്റെ ഏറ്റവും വലിയ ബ്ലണ്ടറാണെന്ന്. എന്നാൽ ഇന്ന് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ഫ്യൂൽ ചെയ്യുന്ന ഡാർക്ക് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്നത് ആ സെയിം കോൺസ്റ്റൻ്റ് ആണ്. അതായത്